അപ്പോൾ നമുക്ക് തുടക്കത്തിൽ ഇവിടെ മെറ്റീരിയലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഷെയിൽവുഡ് WPCയിൽ ഒരു കേർവ്ഡ് ആയിട്ടുള്ള നമ്മൾ യൂഷ്വലി ഈ വാർഡ്രോബിൻ്റെ ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ പ്ലൈവുഡൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിപ്പോൾ നമ്മൾ കോട്ടിൻ്റെ മുകളിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ പ്ലൈവുഡ് യൂസ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ചെതൽ വന്നാൽ പ്രശ്നം തന്നെയാണ്, മോയ്സ്ചർ വന്നിട്ട്, കാരണം നിലത്തുമല്ലേ നമ്മൾ കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പണി എടുത്തുകൂടെ, അതായത് നമ്മൾ നിലത്ത് വെക്കുന്ന ആ പോർഷനിൽ നമ്മൾ ഇത്തരത്തിൽ ഷെയിൽവുഡ് WPCൻ്റെ ഒരു പീസ് കൂടെ വെച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കട്ടിൽ ഈ ഒരു ഫോർമാറ്റിൽ സ്ട്രോങ്, ഇപ്പോൾ നമുക്ക് ഇതിൽ കയറി നിൽക്കുകയൊക്കെ ചെയ്യാം അല്ലേ. ഇന്ന് ചാടാൻ പറ്റുമോ? ചാടാനും ഇതിൻ്റെ മുകളിൽ ഒരു സ്കഫ് ഹോൾഡിംഗ് ഇട്ട് മുകളിലേക്കൊക്കെ വെക്കാൻ പറ്റുമോ? മൂന്നാൾ പൊക്കിയാൽ പൊങ്ങുമോ? ഞാൻ പൊക്കൂല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കട്ടിൽ അവർ അവിടുന്ന് ഓക്കെ, നമ്മുടെ കട്ടിലിൻ്റെ ഇങ്ങനത്തെ ഒരു ലെഗിലാണ് നമ്മൾ ഈ ഒരു കട്ടിലിനെ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് പൊക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ആ കട്ടിൽ അല്ലേ. അപ്പോൾ ചേട്ടാ എങ്ങനെയാണ് ഈ കട്ടിൽ ഇതുണ്ടോ, ഇറങ്ങുമ്പോൾ കറക്റ്റ് താളത്തിൽ ഇറങ്ങണമെന്ന് മാത്രം. ഈ രീതിയിൽ നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റും. ഈ രീതിയിൽ ഇറങ്ങി നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് യൂസ് ചെയ്യാം. ഈ സ്റ്റെപ്പ് യൂസ് ചെയ്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്കിത് കണ്ടോ ഈ രീതിയിൽ. എല്ലാവർക്കും നമസ്കാരം, മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കറൻ്റ് തൃശ്ശൂർ നമ്മുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റിലാണുള്ളത്. കഴിഞ്ഞ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒത്തിരി ആളുകൾ ചോദിച്ചിരുന്നു, ഈ നമ്മൾ ഈ ഇൻറ്റീരിയറിൻ്റെ കാർക്കേസ് വർക്കുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫോം വർക്ക് നടക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ പണികൾ നടക്കുന്നത്. നമ്മൾ പ്ലൈവുഡ് അതുപോലെ തന്നെ ഷെയിൽവുഡ് WPC ഇതൊക്കെയാണ് നമ്മൾ മേജറായിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ കാർക്കേസ് ചെയ്യുന്നത് നമ്മൾ മേജറായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയൊക്കെയാണ്, കാരണം നമ്മൾ പലപ്പോഴും പണി കഴിഞ്ഞിട്ട് ആ ഫിനിഷ്ഡ് സാധനമല്ലേ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രെങ്ത് എങ്ങനെയൊക്കെയാണ്, ഏത് രീതിയിലാണ് നമ്മളിപ്പോൾ ഒരു കോട്ട് എടുത്താൽ എങ്ങനെയാണ് ചെയ്യണത്, അതുപോലെ തന്നെ ഒരു കിച്ചൺ കൗണ്ടേഴ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് ചെയ്തെടുക്കുന്നത്, എങ്ങനെയാണ് ഇതിനൊരു വാറണ്ടിയോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇത്രയും നാൾ അത് സെക്യൂർ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് സേഫ് ആയിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് മേക്ക് ഷുവർ ചെയ്യണ്ടേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാൻ ആർക്കിടെക്ചറും ആറ്റിക്കലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിലൊക്കെ നമുക്ക് ഫിനിഷ് ആവുന്ന സമയത്ത് ഞാൻ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മളൊരു ഒപ്റ്റിമം സൈസിൽ നമ്മൾ ചെയ്തെടുക്കുന്ന രസമുള്ള ഒരു പ്രൊജക്റ്റാണിത്. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ ഇവിടെ മെറ്റീരിയലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഷെയിൽവുഡ് WPCയിൽ ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഒരു ബോക്സ് ഒരു വർക്കൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പണികളൊക്കെ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കയറി വരുന്ന സമയത്ത് നമ്മൾ ഡോർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടീക്കിലാണ് നമ്മൾ ഈ ഒരു ഡോർ ചെയ്തിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു ഫോർമാറ്റിൽ ഒരു ഫ്ലൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലൊക്കെയാണ് അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് വരുന്നത്. അതിനെ മാച്ച് ചെയ്യുന്ന ഒരു സിമിലർ ഡീറ്റെയിൽ നമ്മൾ ഷെയിൽവുഡ് WPCയിൽ ഇത്തരത്തിലുള്ള ഒരു ഫ്ലൂട്ടഡ് വാൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇതാണ് ഈ ഒരു സ്പേസാണ് ഈ ഒരു വീടിൻ്റെ എന്താ പറയുക ഒരു ഹാർട്ട് ഓഫ് ഈ ഹോം എന്ന് പറയുന്ന സ്പേസാണ്. കാരണം ഇവിടെയാണ് നമ്മൾ മാക്സിമം ഓപ്പൺ ആക്കിയിട്ടുള്ള ഒരു ലിവിങ് ഡൈനിങ് സ്പേസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഒരു ഷോർട്ടായിട്ടുള്ള സ്പേസ് ആയതുകൊണ്ട് മാക്സിമം നാച്ചുറലായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെയൊക്കെ ഒരു ഡീറ്റെയിലുകൾ നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കണ്ടോ ഈ രീതിയിൽ. അപ്പോൾ ആ ലൈറ്റൊക്കെ ഇവിടെ വന്ന് വീഴുന്നൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു നമ്മുടെ സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു റൂം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി നമ്മുടെ കോട്ടും അതുപോലെ തന്നെ സൈഡ് ടേബിൾസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ വാർഡ്രോബ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് നമ്മൾ ഇതിൻ്റെ ഒരു കോസ്റ്റ് പാർട്ടും ഒരു ക്വാളിറ്റി എങ്ങനെ കിട്ടുമെന്നുള്ളത് മേക്ക് ഷുവർ ചെയ്തെന്നുള്ളത് ഒന്ന് പറഞ്ഞുതരാം. വാർഡ്രോബിന് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഷെയിൽവുഡ് WPC വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി ഈ വാർഡ്രോബിൻ്റെ ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ പ്ലൈവുഡൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിപ്പോൾ നമ്മൾ കോട്ടിൻ്റെ മുകളിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ പ്ലൈവുഡ് യൂസ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റായിട്ട് നമ്മൾ അതിന് ഒരു ഇന്നർ ലാമിനേറ്റ് അല്ലെങ്കിൽ ഒരു ലാമിനേറ്റ് ഫിനിഷ് നമ്മൾ ഡെഫിനറ്റായിട്ട് കൊടുത്തേ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഡെഫിനറ്റായിട്ട് അത് വൃത്തിക്ക് പെയിൻ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ സർഫേസ് നീറ്റായിട്ട് നിൽക്കും, ഇല്ലെങ്കിൽ ഈർപ്പം വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഷെയിൽവുഡ് WPC ആയതുകൊണ്ട് തന്നെ നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സർഫേസ് ഓൾറെഡി ഈവൻ ആയി തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം WPC എന്ന് പറയുന്നത് ഒരു പ്രീമിയം മെറ്റീരിയലാണ്, എക്സ്പെൻസീവ് മെറ്റീരിയൽ തന്നെയാണ്. പക്ഷേ നമ്മളൊരു പ്രീമിയം ക്വാളിറ്റി ഉള്ള ഇതിലേക്കുള്ള ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അതിനകത്തേക്ക് ഒരു പ്ലൈവുഡൊക്കെ വെച്ചിട്ട് അതിന് ലാമിനേഷനൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും വരുന്ന കോസ്റ്റിനേക്കാൾ കുറവേ നമുക്കിങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ കോസ്റ്റ് വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള WPC യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യണത്. നമ്മളിനി അത്രയും ബഡ്ജറ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ
നമുക്കിതിലൊന്നും ചെയ്യേണ്ട. ഇത് ആസ് സച്ച് ലീവ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ പേഴ്സണലി അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതായത് കോസ്റ്റ് അങ്ങനെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇനി അതല്ല നമുക്ക് ഡിസൈൻ നമ്മുടെ ഇതിനൊക്കെ മാച്ച് ചെയ്തിട്ട് നമുക്ക് ലാമിനേറ്റ് വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇനി ഇതൊന്നുമില്ലെങ്കിൽ ക്ലിയർ മാത്രം അടിച്ചിടാം, അല്ലെങ്കിൽ പെയിൻറ്റ് പ്രൈമർ വല്ലതും അടിച്ചിടാം, ഇങ്ങനെയൊക്കെ ചെയ്യാം. എന്തായാലും ആഡ് ഓൺ ആയിട്ട് ലാമിനേറ്റ് ചെയ്യുന്ന കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലും നമ്മുടെ WPC ആയതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് ഈർപ്പത്തിൻ്റെ പ്രശ്നമോ മോയ്സ്ചറിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും വരില്ല എന്നുള്ള നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ധൈര്യത്തിലുമാണ് നമ്മൾ ഇങ്ങനൊരു കോൺടാക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ എഡ്ജിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇത് കണ്ടോ, നമ്മുടെ എലിവേഷനിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയറിൽ നമ്മൾ ഇത്തരത്തിലുള്ളൊരു ലാമിനേറ്റ് നമ്മൾ ഫിനിഷിങ്ങിന് യൂസ് ചെയ്തിട്ടുള്ളത്. ആ സെയിം ലാമിനേറ്റ് നമ്മളിത് കണ്ടോ ഈ രീതിയിൽ ഇതിൻ്റെ എഡ്ജസ്, അതായത് തുറന്നു കഴിഞ്ഞാൽ ആ എഡ്ജ് നമ്മൾ WPC കട്ട് ചെയ്ത് കാണുന്നത് ഒരു വൃത്തി ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അത് മുഴുവനായിട്ട് ഈ ഒരു ഫോർമാറ്റിൽ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് ആക്ച്വലി ഇവിടെ ഒരു സ്ലൈഡിങ് ആയിട്ടുള്ള വാർഡ്രോബാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടോ, ഇതെല്ലാം ഈ രീതിയിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. പല ആളുകളും നമ്മളടുത്ത് ചോദിക്കുന്നതാണ് WPC ആണോ, പ്ലൈവുഡ് ആണോ, PVC ബോർഡാണോ ഏറ്റവും നല്ലത്, ഇന്റീരിയറിലേക്ക് യൂസ് ചെയ്യാൻ നല്ലതെന്നൊക്കെ പറഞ്ഞ് പല ആളുകളും നമ്മളത് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് ബഡ്ജറ്റ് ഒരു പ്രധാനപ്പെട്ട കൺസേൺ ആണ്. നമ്മുടെ ബഡ്ജറ്റിൻ്റെ കൂടെ തന്നെ നമ്മളത് ഏത് കോണ്ടെക്സ്റ്റിലാണ് ഉപയോഗിക്കുന്നത്, കിച്ചണിലാണോ അല്ലെങ്കിൽ വാർഡ്രോബിലാണോ, എന്ത് കണ്ടീഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ബഡ്ജറ്റും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി ചേർത്തിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബഡ്ജറ്റിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് പ്ലൈവുഡും, അതായത് 710 ഗ്രേഡിലുള്ള പ്ലൈവുഡും അതുപോലെ തന്നെ ഷെയ്ൽവുഡ് WPCൻ്റെ ഒരു മിക്സിലാണ് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ ഞാൻ കാണിച്ചു തരാം. കിച്ചണിൽ നമ്മൾ നോക്കുമ്പോഴേക്കും മുഴുവനായിട്ട് ഷെയ്ൽവുഡിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ കിച്ചൺ വരുന്നത്. ഇത് കണ്ടോ, കിച്ചണിലെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇത്തരത്തിലുള്ള ഒരു L ഷേപ്പ് കൗണ്ടറാണ് വരുന്നത്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, കേട്ടോ, ഇതെല്ലാം നമ്മുടെ ഷെയ്ൽവുഡ് WPC വെച്ച് ഇവിടുത്തെ നമ്മുടെ എന്താ പറയുക കിച്ചൺ ബേണറിനുള്ള കട്ടിങ് ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോർഷനൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇത് കണ്ടോ, ഇതൊക്കെ ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ഷെയ്ൽവുഡ് കണ്ടോ, ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം WPC വെച്ചിട്ട് തന്നെയാണ് ഈ പോർഷനൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതുണ്ടോ ഈ പോർഷൻ. അപ്പോൾ ഇവിടെ ആക്ച്വലി ഈ 2 ഷട്ടേഴ്സ് നമുക്ക് ഗ്ലാസ് ഷട്ടേഴ്സാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ അകം കാണുന്നുള്ളതുകൊണ്ട് നമ്മളിവിടെ ലാമിനേഷനൊക്കെ ചെയ്ത് വെച്ചു. അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലോഫ്റ്റ് സ്റ്റോറേജ് ആണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ പറയുന്ന WPC അതുപോലെ തന്നെ വെച്ചിട്ടുള്ളൂ. ഇവിടെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വെർട്ടിക്കൽ ഒരു പോർഷൻ വരുന്നുണ്ട്, ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് കണ്ടോ, ഈ രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്രോവേഴ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഫുള്ള് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ രീതിയിൽ WPCയിൽ ഇങ്ങനെ. അപ്പോൾ കിച്ചണിൽ നമ്മളത് യൂസ് ചെയ്യാനുള്ള കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി. കാരണം മോയ്സ്ചർ വരുന്ന മാക്സിമം മോയ്സ്ചർ എന്താ പറയുക വെള്ളമൊക്കെ കോണ്ടാക്ട് വരുന്ന സ്ഥലമാണ്. ഒരു എയർ ഓൺ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ WPC നമുക്കറിയാം വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ആ ഒരു ഉറച്ച വിശ്വാസത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മുഴുവൻ WPCയിൽ ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തത്. അപ്പോൾ ഒരു ബഡ്ജറ്റിൻ്റെ കൺസ്ട്രെയിൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് ഈ മെറ്റീരിയലിൽ നമ്മളൊരു പരിധി വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു മിക്സ് നോക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് PVC ബോർഡ് നമ്മുടെ ഷെയ്ൽവുഡ് എന്നുള്ള ഒരു കോമ്പിനേഷൻ എടുക്കാം. കാരണം റിയർ സൈഡോ അല്ലെങ്കിൽ അത്രയും സ്ക്രൂ ഹോൾഡിങ്ങിൻ്റെ പ്രശ്നമില്ലാത്ത സ്ഥലങ്ങളെല്ലാം നമുക്ക് ഡെൻസിറ്റി കുറഞ്ഞ PVC ബോർഡുകൾ വെക്കാം. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നമുക്ക് പ്ലൈവുഡ് എടുക്കുന്ന സമയത്ത് നല്ല ഗ്രേഡിലുള്ള അല്ലെങ്കിൽ 710 ഗ്രേഡിലുള്ള നല്ല പ്ലൈവുഡുകൾ തന്നെ, കാരണം എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടി ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് തന്നെ നോക്കുക എന്നുള്ളത് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. അപ്പോൾ അത് എന്താ പറയുക, ആ മെറ്റീരിയലിൻ്റെ ഒരു കോസ്റ്റ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബഡ്ജറ്റിലേക്ക് എത്തുന്ന രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിലും തെറ്റില്ല. അപ്പം നമുക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒരു പ്രീമിയം ആയിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ള സ്ഥലങ്ങളിൽ ഞാനെപ്പോഴും ഈ ഒരു കോമ്പിനേഷൻ മെറ്റീരിയൽ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കിച്ചണും കാര്യങ്ങളൊക്കെ ഞാൻ ഏറെക്കുറെ കാണിച്ചു. നമുക്കൊരു വർക്ക് ഏരിയ പോർഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് കാണാം. വർക്ക് ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ആക്ച്വലി ഇവിടെ കൗണ്ടർ ടോപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഇത് കണ്ടോ മുഴുവനായിട്ട് ഷെയ്ൽവുഡ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതാ നമ്മുടെ ഈ പോർഷനൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ ഇതെല്ലാം WPC തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ബാക്കിയുള്ള പോർഷൻസിലും നമ്മൾ എങ്ങനെയൊക്കെയാണ് ഒരു മിക്സ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ഈ ഒരു പോർഷനിൽ നോക്കിയാൽ നമ്മൾ WPC യൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ചെങ്കലിലാണ് ഇവിടെ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ ഒരു ചെതലിൻ്റെയോ അങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് വരാതിരിക്കാൻ വന്നു കഴിഞ്ഞാൽ പോലും നമ്മുടെ ബോർഡിനെ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇവിടെ നമ്മൾ PU ഫിനിഷാണ് ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സർഫേസ് നല്ല ഈവൺ ആയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ നമുക്കൊരു മിനിമം വർക്കിൽ നമുക്ക് നീറ്റായിട്ട് ഇത് PU ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ 2 കൺസേൺസ്, അതുപോലെ തന്നെ ആക്ച്വലി ഇത്തരത്തിലുള്ള ഒരു ഫ്ലൂട്ടഡ് പാനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം. അതായത് ഇത്തരത്തിലുള്ള ഫ്ലൂട്ടഡ് പാനൽ ഒത്തിരി റെഡിമെയ്ഡ് ആയിട്ടുള്ള ചാർക്കോൾ പാനൽസ് ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് പോയതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഷെയ്ഡ് ഈ റെഡിമെയ്ഡായിട്ട് വരുന്നതിനകത്തൊന്നും അവൈലബിൾ അല്ല. കാരണം റെഡിമെയ്ഡായിട്ട് വരുന്നതിൻ്റെയൊക്കെ മാക്സിമം സെല്ലായി പോകുന്ന ഒരു ടൈപ്പ് ജനറൽ ഡിസൈനുകളായി അതിൽ കിട്ടുക. അപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ ഈ ഒരു ഫോർമാറ്റിൽ ചെയ്തെടുത്തു.
അപ്പോൾ നമുക്കിനി നോക്കാം എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്ലൈവുഡിൻ്റെയും ഷെയ്ഡ്വുഡ് WPCൻ്റെ ഒരു മിക്സ് ഇവിടെ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ബാക്കി ചെയ്ത വർക്കുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ ഇതേപോലെ നമ്മൾ സ്റ്റീലിൽ സ്റ്റെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ റിയൽ വുഡ് തന്നെയാണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. കയറി വരുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഡോറ് കംപ്ലീറ്റ് നമ്മൾ ഷെയ്ഡ്വുഡ് WPC വെച്ചിട്ട് തന്നെയാണ്, ഡോറും ഷട്ടറും ഫ്രെയിമും എല്ലാം നമ്മൾ ഷെയ്ഡ്വുഡ് WPC വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു സീറ്റിംഗ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതിന് നമ്മൾ പ്ലൈവുഡ് യൂസ് ചെയ്തു. വീണ്ടും നമ്മൾ ഈ ഡോറും കാര്യങ്ങളെല്ലാം വന്നപ്പോഴേക്കും നമ്മൾ ഷെയ്ഡ്വുഡ് വെച്ച് തന്നെ ചെയ്തു. നമുക്ക് ഇത്തരത്തിലുള്ളൊരു പോർഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ആർക്കിട്രേവും ഈ ഡീറ്റെയിലും മുഴുവൻ നമ്മൾ പ്ലൈവുഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പ്ലൈവുഡ് അതിന് ലാമിനേഷൻ ചെയ്യാന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു കോസ്റ്റ്, പക്ഷേ എന്ന് വെച്ചാൽ പ്ലൈവുഡ് മോശം പ്ലൈവുഡ് അല്ല, 710 ഗ്രേഡിലുള്ള പ്രീമിയം പ്ലൈവുഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇങ്ങനെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം എങ്ങനെയൊക്കെയാണ് ഈ പോർഷൻസ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, നമ്മുടെ ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ടൈലും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ഏരിയാസ് വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇനി നമ്മളിവിടുത്തെ കട്ടിലുകളൊക്കെ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ കട്ടിൽ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പുറത്തുനിന്ന് കാണിച്ചു തന്നു, എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ വരുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കട്ടിലിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് ഞാനിപ്പോൾ ഏകദേശം കഴിക്കുന്ന സമയത്താണ് നമ്മൾ സൈറ്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആക്ച്വലി ഞാൻ നമ്മുടെ കിച്ചണൊക്കെ നിങ്ങൾക്ക് കാണിച്ചെന്നാണ്. നമ്മുടെ കാർപ്പൻ്റർ ടീം ഇവിടുത്തെ കിച്ചൺ കറക്റ്റായിട്ട് കിച്ചണാക്കി തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ശശിയേട്ടാ, അപ്പോൾ എന്താ ഇന്നത്തെ കറി എന്താ? സാമ്പാർ. അപ്പോൾ ഇവിടെ ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ്റയർ ടീം ആക്ച്വലി ഇവിടെ സൈറ്റിൽ നിന്ന് തന്നെയാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഈ ഇൻറ്റീരിയർ വർക്ക് നടക്കുന്ന സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻറ്റീരിയർ ടീം, ഇലക്ട്രിക്കൽ ടീം, മേസണറി ടീം, പ്ലംബിംഗ് ടീം, ഇവരായിട്ടൊക്കെ ഒരു ക്ലോസ് കോർഡിനേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് പല ആളുകളാവുന്ന അല്ലെങ്കിൽ ആ കോർഡിനേഷൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത് ഒരു ഫിനിഷ് കിട്ടുന്നത് ഭയങ്കര പ്രയാസം തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ ടീം ആകുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സൈറ്റിൽ തന്നെ ഉണ്ട്. എന്തെങ്കിലും കൺസേണുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉടനെ എന്നെ ആയിട്ടോ നമ്മുടെ ഓഫീസായിട്ടോ ഒക്കെ കമ്മ്യൂണിക്കേറ്റഡ് ആവും, കാര്യങ്ങൾ സോർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വർക്കൊക്കെ ഒന്ന് പ്രൊസീഡ് ആയ സമയത്ത് എന്താണ് സ്ഥിതി എന്നുള്ളത് കാണാൻ വന്നതാണ്. വന്ന സമയം ഉച്ചയായപ്പോയതുകൊണ്ട് ഇത് കണ്ടോ, ഇവരുടെ ഈ വക പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശശിയേട്ടൻ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ അത് വെള്ളത്തിലിട്ടതിന് ശേഷം നമ്മൾ കട്ടിൽ മറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ പണികൾ എങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അടുക്കളയിൽ കറി പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബാക്കിയുള്ള കാർപ്പൻറ്റേഴ്സ് ഇവിടെ പുറത്ത് വേറെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് നമുക്ക് എങ്ങനെയൊക്കെ ഈ കോമ്പിനേഷൻസ് വർക്കൗട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, നമ്മൾ രണ്ടാൾക്കാർ തന്നിട്ട് ഇങ്ങനെ ഒരു പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ആക്ച്വലി നമുക്കൊരു വെർട്ടിക്കൽ ലൂവർ അല്ലേ വെർട്ടിക്കൽ ലൂവേഴ്സ് എന്താ വരാനല്ലേ? നമുക്ക് കുറച്ച് വെർട്ടിക്കൽ ലൂവേഴ്സ് അത് നേരെ ടൈലിലാണ് വെക്കാൻ പോണത് അല്ലേ, ഫ്ലോറിലാണ് വെക്കാൻ പോണത്. അപ്പോൾ നമ്മൾ കുറച്ചൊരു അഡീഷണൽ പ്രിക്കോഷൻസ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ പ്ലൈവുഡ് തന്നെയാണ് പോകുന്നത്. ഇത് ആക്ച്വലി പ്രീമിയം പ്ലൈവുഡാണ്. നമുക്ക് എന്താ പറയുക, വാറണ്ടിയും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. സ്റ്റിൽ നമുക്ക് എന്താ പറയുക, എന്തെങ്കിലും കാരണവശാൽ ചെതലൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലേ, പ്ലൈവുഡ് ചെതൽ വന്നാൽ പ്രശ്നം തന്നെയാണ്, മോയ്സ്ചർ വന്നിട്ട്. കാരണം നിലത്തുമല്ലേ നമ്മൾ കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പണി എടുത്തു ഇവിടെ. അതായത് നമ്മൾ നിലത്ത് വെക്കുന്ന ആ പോർഷനിൽ നമ്മൾ ഇത്തരത്തിൽ ഷെയ്ഡ്വുഡ് WPCൻ്റെ ഒരു പീസ് കൂടെ വെച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും അടി കൂടെ ചെതലും വരില്ല, ഈർപ്പും കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില ട്വീക്കിംഗ് ഒക്കെ നമുക്ക് ചെയ്യാം. എന്താ പറയുക, നമ്മളൊരു അഡീഷണൽ എന്താ പറയുക ഒരു പ്രിക്കോഷൻ എടുക്കുക അല്ലേ, പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ഒരു ഇത് എടുക്കുക എന്നുള്ള രീതിയിൽ ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ട് ഇതൊക്കെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഡിസ്കഷനിൽ വരും. പിന്നെ കുറേ അവർ കാർപ്പൻറ്റേഴ്സിൻ്റെ തന്നെ ഒരു ഐഡിയ വരും. കാരണം ഇങ്ങനെ ചെയ്താൽ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരുടെയും ഐഡിയാസ് ഇതിനകത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഇത്തരത്തിലുള്ള പണികൾ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ കോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ രീതിയിൽ 2 ഡ്രോവേഴ്സൊക്കെ ഉള്ള രീതിയിലാണ് നമ്മുടെ ഈ ഒരു കോട്ട് വന്നിട്ടുള്ളത്. നമ്മൾ കോട്ട് മുഴുവനായിട്ട് പ്ലൈവുഡിലാണ് ചെയ്തിട്ടുള്ളത് അല്ലേ, പ്ലൈവുഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ മെറ്റീരിയൽ ഉണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഇതിൻ്റെ അടിഭാഗം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഷെയ്ഡ്വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ബാക്കിയുള്ള പോർഷനെല്ലാം നമ്മൾ പ്ലൈവുഡിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ക്വാളിറ്റി ഉള്ള പ്രീമിയം മെറ്റീരിയൽ തന്നെ ക്ലയൻറ്റ് പറഞ്ഞ ഒരു പരിധിവരെ ഒരു ബഡ്ജറ്റിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കോസ്റ്റൊക്കെ വർക്കൗട്ട് ചെയ്തുള്ളതാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹെഡ് ബോർഡ് നമുക്ക് ആക്ച്വലി ഒരു കുഷൻ ഒരു ഡീറ്റെയിലാണ് വരുന്നത്. അപ്പോൾ ഇത് ശരിക്കും എങ്ങനെ ചെയ്ത് വെച്ചിട്ടാ, ഇതിൻ്റെ അടിഭാഗം നമ്മൾ കംപ്ലീറ്റ്, അതായത് ഇതൊരു പുറമെ വെച്ചിട്ടുള്ള ഒരു ബോക്സ് ആണ്. ഇതിൻ്റെ അടിഭാഗം അതായത് ചെമരുമായിട്ട് കോണ്ടാക്ട് വരുന്ന പോർഷനിൽ നമ്മൾ 5 സെന്റിമീറ്ററിൽ ചെയ്തു. അതിൻ്റെ അടിയിൽ ഷെയ്ഡ്വുഡ് വെച്ചു അല്ലേ, ഷെയ്ഡ്വുഡ് WPC വെച്ചിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ കള്ളി വെച്ചതിന് ശേഷം, അതായത് ഇങ്ങനെ കള്ളികൾ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മളിവിടെ ഒരു പ്ലൈവുഡ്, എത്ര mm ആണ്, 9 mm 12 mm പ്ലൈവുഡ് വെച്ചിട്ട് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതി. അപ്പോൾ എനിക്ക് ഇനി കാണുന്നത് അറിയോ, നമ്മുടെ എല്ലാ ടീമും വന്നിട്ടുണ്ട്. ഈ കട്ടിൽ എങ്ങനെയാണ് പണിഞ്ഞിട്ടുള്ളത്, കാരണം ഈ ഒരു കട്ടിലിനകത്തേക്ക് എത്ര പ്ലൈവുഡ് പോയിട്ടുണ്ട്.
അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കട്ടിൽ ഈ ഒരു ഫോർമാറ്റിൽ സ്ട്രോങ്, ഇപ്പോൾ നമുക്കിതിൽ കയറി നിൽക്കുകയൊക്കെ ചെയ്യാം അല്ലേ? ഇന്ന് ചാടാൻ പറ്റുമോ? ചാടാനും ഇതിൻ്റെ മുകളിൽ ഒരു സ്കഫോൾഡിംഗ് ഇട്ട് മുകളിലേക്കൊക്കെ വയ്ക്കാൻ പറ്റുമോ? ചില ആളുകൾക്ക് ഇതൊരു കൺസേൺ ആണ്. കാരണം നമ്മൾ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ പ്ലൈവുഡിലുള്ള ഇതിലുള്ള പ്ലൈവുഡിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ കുറച്ചിട്ട് നമുക്ക് കോസ്റ്റ് ഒരു പരിധി കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ചില ആളുകൾക്ക് ഒരു കൺസേൺ ആണ്, കട്ടിൽ നല്ല സ്ട്രോങ് വേണം വേണ്ട എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാൻ, അല്ലെങ്കിൽ കോസ്റ്റ് നമുക്ക് അത്രയും പ്രശ്നമാണ്. ഇപ്പോൾ ആരും കട്ടിലിൻ്റെ മുകളിൽ പോയിട്ട് ഇതേപോലെ ചാടി നോക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ എന്നാലും ഓവർ പീരീഡ് അതിൻ്റെ സ്ട്രെങ്ത് കുറയേണ്ടെന്നൊക്കെയുള്ള ഇന്റീരിയർ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഈ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ അവരൊക്കെ ഇതിൻ്റെ മുകളിലിട്ട് കയറും. സ്കഫോൾഡിങ്, അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് ഇതിൻ്റെ അടിഭാഗം ഒന്ന് കാണിച്ചു കൊടുത്തൂടെ? ഒന്ന് മൂന്നാൾ പൊക്കിയ പൊങ്ങോ? ഞാൻ പൊക്കൂല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കട്ടിൽ. അവർ അവിടുന്ന് ഓക്കെ, നമ്മുടെ കട്ടിലിൻ്റെ അടിഭാഗം ഇത് കണ്ടോ, ഈ രീതിയിലാണ് കട്ടിലിൻ്റെ അടിഭാഗം വരുന്നത്. അങ്ങ് മറച്ച് വെക്കാൻ പറ്റുമോ നമുക്ക് ഒന്ന് കാണിക്കാൻ? കണ്ടോ, മറച്ച് വെക്കുമ്പോഴേക്കും ഇതേപോലെ ബോക്സ് അടിച്ച് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ കള്ളികൾ ചെയ്തു. ഇവിടെയാണ് നമ്മുടെ ആ ഡ്രോവർ വരുന്നത് അല്ലേ? അതിൻ്റെ ബോട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് വെച്ച് ചെയ്തിട്ടുള്ളത്. ശരി, WPC വെച്ച് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം നമ്മൾ ഇത്രയും കള്ളികൾ. ഇപ്പോൾ ഇതിൽ നമ്മൾ എത്ര ഒരു പ്ലൈവുഡ് നമുക്ക് ആവശ്യം വന്നിട്ടുണ്ടാവും ഇതിനകത്ത് ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്? നമുക്ക് 16 mm 3 ഷീറ്റ് വന്നിട്ടുണ്ട്, 12 mm 2 ഷീറ്റ്. 16 mm 3 ഷീറ്റും 12 mm. അപ്പോൾ നമ്മൾ ഏത് ബോർഡാണോ യൂസ് ചെയ്യുന്നത്, അത് നിങ്ങൾ PVC ആയിക്കോട്ടെ, താത്തിക്കൊള്ളൂ, അത് PVC ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷെയിൽവുഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്ലൈവുഡ് ആയിക്കോട്ടെ, നമ്മൾ ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഫോർമാറ്റിൽ നമ്മൾ ചെയ്തു വന്നപ്പോഴേക്കും 3 16 mm 2 9 mm പ്ലൈവുഡോ അല്ലെങ്കിൽ 12 mm 2 12 mm ബോർഡുകൾ യൂസ് ചെയ്തിട്ടാണ് ഈ കാണുന്ന പരുവത്തിൽ ഇത്രയും എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ള, അല്ലേ, അങ്ങനെ വേണം പറയാം, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു കോട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കള്ളികളൊക്കെ നമുക്ക് കുറച്ചിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ലാമിനേഷനൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന കട്ടിലാകുമ്പോഴേക്കും നമുക്ക് എപ്പോഴും ഈ കോർണേഴ്സ്, നമ്മൾ എല്ലാ വീഡിയോസിലും ഞാൻ കാണിക്കാറുണ്ട്, ഈ കോർണേഴ്സ് ഭയങ്കര ഒരു പ്രശ്നമുള്ള സ്ഥലമാണ്, ഭയങ്കര ഷാർപ്പായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ ഈ ഒരു കോൺടെക്സ്റ്റിൽ നമ്മൾ ഇങ്ങനെ തന്നെ വെച്ചിട്ടുള്ളത്, കാരണം ഇതിൽ പിന്നെ മാട്രസ് വരാനുള്ളതാണ്. ഈ പോർഷനൊക്കെ നമ്മൾ ആ ഷാർപ്പ്നെസ് ഒക്കെ ഉണ്ട്, ആ കോർണർ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വുഡൻ ബീഡിങ് ഒക്കെ വെച്ചിട്ട് നമ്മൾ തന്നെ ഇത് ചെയ്തു. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു സൈറ്റിൽ ബേസിക്കായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. നമ്മൾ ഷെയിൽവുഡ് വെച്ചിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഫ്രെയിമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ആർക്കിട്രൈവ് ഒക്കെ വരുന്നുണ്ട്. അത് ഇങ്ങനത്തെ ഒരു ഫോർമാറ്റിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്റീരിയർ നടക്കുന്ന സ്ഥലത്ത് എങ്ങനെയൊക്കെയാണ് മെറ്റീരിയൽ എന്ന് ചൂസ് ചെയ്യുമ്പോഴേക്കും. ഇപ്പോൾ നമ്മൾ തന്നെ ചില പ്രോജക്റ്റിൽ മൊത്തം എന്താ പറയുക PVC ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരു മെറ്റീരിയൽ മോശമെന്നുള്ളതോ പ്രശ്നമെന്നുള്ളതോ അല്ല ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്. നമ്മുടെ ബഡ്ജറ്റ്, യൂസ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റ്, ഇതെല്ലാം നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സിമം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ എടുത്ത് ചെയ്യാന്നുള്ളതായിരിക്കും ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ബോക്സ് ഫോർമാറ്റിലുള്ള സ്റ്റോറേജുള്ള കട്ടിലാണ് നിങ്ങൾ കണ്ടത്. ഇനി ഇവിടെ നമ്മൾ വേറെ ഫോർമാറ്റിൽ അല്ലെങ്കിൽ വേറൊരു ഡിസൈനിലുള്ള ഒരു കോട്ട് കൂടെ നമ്മളൊരു കട്ടിൽ കൂടെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് മുകളിൽ ഫസ്റ്റ് ഫ്ലോറിൽ കയറി കഴിഞ്ഞാലാണ് അത്തരത്തിലുള്ള റൂം വരുന്നത്. ഇത് കണ്ടോ, ഇപ്പോൾ ഇവിടെ വരുമ്പോഴേക്കും നമുക്ക് ഈ രീതിയിലാണ് ഇവിടുത്തെ ഒരു ഫ്ലോറിംഗ് പാറ്റേണും, ഇവിടെ നമുക്ക് ഇത്തരത്തിലുള്ളൊരു സ്റ്റഡി ഏരിയയും. അപ്പോൾ അവിടെയും ആ നാച്ചുറലായിട്ട് എവിടെയൊക്കെ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതുണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഇതാണ് ആ ഒരു റൂം, ഒരു കോമ്പാക്ട് റൂമാണ്. ആ കോമ്പാക്ട് റൂമിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കോട്ടും ഒരു വാർഡ്രോബും ഒരു ഡ്രസ്സിങ് സ്പേസും ഒക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതല്ലേ നമ്മൾ കാണിക്കാൻ പോകുന്ന കട്ടിൽ അല്ലേ? ഇതും പൊക്കി കാണിക്കുകയല്ലേ? അപ്പോൾ ഈ കട്ടിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ലെഗിലാണ് നമ്മൾ ഈ ഒരു കട്ടിലിനെ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് പൊക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ആ കട്ടിൽ അല്ലേ? അപ്പോൾ ചേട്ടാ, എങ്ങനെയാണ് ഈ കട്ടിൽ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു തരുമോ? എന്തൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്? ഫുള്ളായിട്ട് നമ്മൾ 18 mm പ്ലൈവുഡ്, ഇങ്ങനെ ഒരടി സ്ക്വയർ ആയിട്ട് ഇങ്ങനെ കള്ളിയാക്കി, ഒരടി സ്ക്വയർ ആയിട്ട് ഇങ്ങനെ കള്ളിയാക്കിയിട്ട് അതിന്റെ മുകൾ ഭാഗവും 16 mm, താഴെ 16 mm. ഓക്കെ, അപ്പോൾ ഇതിനെ ഫുള്ളായിട്ടൊരു ഗ്രിഡ് പോലെ ചെയ്തിട്ടുള്ളത് അല്ലേ? ഒരടീൻ്റെ ഒരു ഗ്രിഡ് പോലെ ചെയ്തു. അതിൻ്റെ മുകളിലും താഴെയും 16 mm പ്ലൈവുഡ് വെച്ചു. എന്നിട്ട് അതിന് നമ്മൾ കാലുകൾ ഇതുണ്ടോ ഈ രീതിയിൽ പ്ലൈവുഡ് വെച്ചിട്ട് തന്നെ നമ്മൾ കാലുകളെല്ലാം ചെയ്തു. നമ്മുടെ ഒരു ഡിസൈൻ അങ്ങനെയായിരുന്നു. ആ ഫോർമാറ്റിൽ ഇങ്ങനെയാണ് നമ്മുടെ കട്ടിലുള്ളത്. അപ്പോൾ ഇതേപോലെ ഇതൊന്ന് മടക്കുമോ? നമ്മളൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഈ
ഈ കട്ടിലിന്റെ മുകളിലും കയറാൻ പറ്റുമോ? അപ്പൊ ഇതിന്റെ മുകളിലും കാലുള്ള കട്ടിലായിട്ട് കാലൊടിഞ്ഞു പോകുന്നില്ലല്ലോ, ചാടാൻ പറ്റുമോ? അതാ. അപ്പോൾ ഇത്രയും സ്ട്രെങ്ത്, അപ്പൊ കട്ടിലിന് ഇത്ര സ്ട്രെങ്ത് വേണോ വേണ്ടോ എന്നുള്ളത് അടുത്ത ചോദ്യം. അത് ബേസ്ഡ് ഓൺ അല്ലേ യൂസ് ചെയ്യുന്ന ക്ലയൻസിന്റെ അവരുടെ റിക്വയർമെന്റ് പോലെ ഇരിക്കും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. പക്ഷേ ഇതിന് എത്ര പ്ലൈവുഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും? അല്ലെങ്കിൽ പ്ലൈവുഡ് എന്നല്ല, ഇതിന് എത്ര ബോർഡുകൾ യൂസ് ചെയ്തിട്ടുണ്ടാവും മൊത്തം? 16 2 എന്തായാലും വേണ്ടി വരും, 3 ഷീറ്റ് വേണ്ടി വരും. അതെ, ഒരു 18. അപ്പോൾ 3 16 mm ഷീറ്റും ഒരു 18 mm ഷീറ്റും ഉണ്ടെങ്കിൽ അത് ഏത് വേണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഷെയിൽ വുഡ് വേണോ, പ്ലൈവുഡ് വേണോ, അല്ലെങ്കിൽ എന്ത് വേണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ ഈ മറ്റേ എന്താ പറയുക ഹെഡ് ബോർഡ് ചെയ്തിട്ടുള്ളത് മുഴുവൻ ഷെയിൽ വുഡാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ലാമിനേറ്റ് ചെയ്തിട്ടുള്ളത്, കാരണം നേരെ വോളായിട്ട് മുട്ടിയിരിക്കുന്നതല്ലേ. ഇവിടെ നമ്മൾ നോക്കുമ്പോഴേക്കും ഇത് കണ്ടോ, ഈ രീതിയിൽ നമുക്കൊരു വാർഡ്രോബ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, മുഴുവൻ ഷെയിൽ വുഡ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു ഡ്രസ്സ് അതും നമ്മൾ ഷെയിൽ വുഡ് തന്നെ വെച്ചു, കാരണം അതെല്ലാം നമ്മുടെ വാളുമായിട്ട് തട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ ആയിരുന്നു നമ്മളിവിടെ ഫ്രെയിം കൊടുത്തിട്ടുണ്ടായിരുന്നത്. സ്റ്റീലിൻ്റെ ഫ്രെയിം കൊടുത്തു, നമ്മൾ WPC വെച്ച് ഇത്തരത്തിലൊരു ആർക്കിട്രൈവ് ചെയ്തു. നമ്മൾ ഈ രീതിയിൽ WPC വെച്ചിട്ട് അതിൻ്റെ ഷട്ടേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ഡിസൈൻ, ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ഇവിടെ വരുന്നത്. നമുക്കൊരു റൂമും കൂടെ ഇവിടെ വരുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞത് കണ്ടോ, ഈ രീതിയിൽ ഒരു സിമിലർ ബെഡ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു വാർഡ്രോബ് വരുന്നുണ്ട്. നമുക്ക് ഇതേ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞത് കണ്ടോ, ഈ രീതിയിൽ നമുക്കിങ്ങനെ ഒരു ലോഫ്റ്റ് സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ ചെയ്തിട്ടുള്ളത്, ഇവിടെ നമുക്ക് ഇത് ഒന്ന് ഓപ്പൺ ആക്കുമോ? ഓക്കെ, നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സ്റ്റെപ്പ് വെച്ചിട്ട്, അപ്പോൾ ഇതിൻ്റെ അടിയിൽ നമ്മൾ ശരിക്കും ടയറെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ചവിട്ടി നമുക്ക് കണ്ടോ ഈ രീതിയിലാണ് നമ്മളിവിടുത്തെ സ്റ്റെപ്സ് എല്ലാം ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് ഈ സ്റ്റെപ്സ് ചവിട്ടിയിട്ട് ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ഈ ഒരു ലോഫ്റ്റ് സ്പേസിലേക്ക്, അല്ലെങ്കിൽ ഒരു മെസനൈൻ ഒരു സ്പേസിലേക്ക് നമുക്ക് കയറി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അവിടെ ഒരു വ്യൂ ഒക്കെ വരുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ താഴത്തേക്കുള്ള ഒരു വ്യൂ ഒക്കെ കാണാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റൂമിനകത്ത് ഈ ഒരു സ്പേസ് ഒക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ പിടിച്ച് ഇറങ്ങാനൊക്കെ ആയിട്ട് പറ്റും. ഇത് കണ്ടോ, ഇറങ്ങുമ്പോൾ കറക്റ്റ് താളത്തിൽ ഇറങ്ങണം എന്ന് മാത്രം. ഈ രീതിയിൽ നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റും. ഈ രീതിയിൽ ഇറങ്ങി നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് യൂസ് ചെയ്യാം. ഈ സ്റ്റെപ്പ് യൂസ് ചെയ്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്കിത് കണ്ടോ ഈ രീതിയിൽ ഉള്ളിലേക്ക് വെച്ചു. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് വയ്ക്കാം. അപ്പോൾ അതൊരു സൈഡ് ടേബിൾ ആയിട്ട് വരും. നമുക്ക് ആ സൈഡിലൊരു സൈഡ് ടേബിളും കൂടെ ഉണ്ടാവും. കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ സംഭവങ്ങൾ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെയിം പാറ്റേണിൽ തന്നെയാണ് ഇവിടുത്തെ പരിപാടികളൊക്കെ നടന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇൻറ്റീരിയറിന് ഏത് മെറ്റീരിയലാണ് നല്ലതെന്ന് ചോദിച്ചാൽ, ഞാൻ ഡെഫിനറ്റായിട്ട് എപ്പോഴും പ്രീമിയം മെറ്റീരിയൽ തന്നെ ഉപയോഗിക്കുക. നമുക്ക് കിട്ടാവുന്ന രീതിയിൽ വാറണ്ടി ഉള്ളതോ അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയുന്ന തരത്തിലുള്ള മെറ്റീരിയലുകൾ യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഈ പ്രൊജക്റ്റിൽ ഷെയിൽ വുഡും 710 ഗ്രേഡിലുള്ള പ്ലൈവുഡുമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ഏത് മിക്സിൽ പോയാലും നമുക്ക് പണി കിട്ടാൻ സാധ്യതയില്ലാത്ത മെറ്റീരിയൽ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിശ്വസിക്കുകയാണ്. ഈ ഏത് മെറ്റീരിയലാണ് നല്ലതെന്നുള്ള ചോദ്യത്തിന് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലുള്ള ഒരു മറുപടിയാണ് നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.